നമസ്കാരം. മീഡിയ കമ്പാനിയൻ്റെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകുന്നതിന് വേണ്ടി അപേക്ഷ വെച്ചിരുന്നവരിൽ നിന്നും കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഇപ്പോൾ വാർഡ് സഭകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഗുണഭോക്തൃ പട്ടിക അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രാമസഭകളാണ് ഇപ്പോൾ വിളിച്ചു ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ സ്കീമിലേക്കുള്ള രജിസ്ട്രേഷനും അംഗീകാർ 2026 എന്ന പേരിൽ പ്രത്യേക ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളുടെ സംസ്ഥാനത്തും ആരംഭിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ആയതുകൊണ്ട് തന്നെ, മേൽനോട്ടത്തിലുള്ള പദ്ധതി ആയതുകൊണ്ട് തന്നെ നമ്മളുടെ സംസ്ഥാനത്ത് ഇതിനെ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണമെന്നില്ല. കൂടുതലായിട്ടും ഇത്തരം പദ്ധതികളുടെ വാർത്തകളൊക്കെ വരുന്നത് പോലും കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പരമാവധി നിങ്ങൾ ശ്രദ്ധിക്കുകയും അതനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് അറിയിപ്പ് എത്തിക്കുക. അതോടൊപ്പം തന്നെ എല്ലാവരിലേക്കും തന്നെ ഈ അറിയിപ്പ് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മളുടെ സംസ്ഥാനത്ത് മുൻ വർഷത്തിൽ ഇതിനു വേണ്ടിയുള്ള രജിസ്ട്രേഷൻ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പ്രത്യേക ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ വഴി, ആവാസ് പ്ലസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയൊക്കെ അന്ന് നമ്മളുടെ ജിയോ ടാഗിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി ആവാസ് യോജന സ്കീമിൽ പാർപ്പിടം വേണ്ടവർ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് രജിസ്റ്റർ ചെയ്ത ഗുണഭോക്താക്കളിൽ നിലവിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത് ഏകദേശം 1 ലക്ഷത്തിനടുത്ത് പാർപ്പിടങ്ങൾ നമ്മളുടെ സംസ്ഥാനത്തിനും അർഹതയുണ്ട്. അപ്പോൾ എത്രയും വേഗം താല്പര്യമുള്ളവരെല്ലാം അപേക്ഷ വെക്കണമെന്ന് അന്ന് തന്നെ അറിയിച്ചിരുന്നതാണ്. അതായത് കൂടുതൽ ഓരോ സംസ്ഥാനങ്ങൾക്കും വീതിച്ചു കൊടുത്തപ്പോൾ നമ്മളുടെ സംസ്ഥാനത്തിനും കൂടുതൽ പാർപ്പിടങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വന്നപ്പോൾ അപേക്ഷകൾ വീണ്ടും സ്വീകരിച്ചു. അപ്പോൾ അന്ന് അപേക്ഷ വെച്ചവരിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു പട്ടിക തയ്യാറായിട്ടുള്ളത്. ബ്ലോക്ക് തലത്തിൽ നിന്നും ഓരോ പഞ്ചായത്തുകളിലേക്കും കൃത്യമായിട്ട് ലിസ്റ്റുകൾ എത്തിച്ചേർന്നിട്ടുണ്ടാകും. ഈ ലിസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ഓരോ വാർഡിലും ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് അന്ന് ആവാസ് യോജന സ്കീമിലേക്ക് അപേക്ഷ വെച്ച ഗുണഭോക്താക്കളുടെ കരട് പട്ടിക അംഗീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഗ്രാമസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി തന്നെ PMAYയുടെ പ്രത്യേക ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കണമെന്ന് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൂടി ചെലവഴിച്ചാണ് ഈ ഒരു പദ്ധതി നമ്മളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് തന്നെ പദ്ധതി നടപ്പിലാക്കുന്നതുകൊണ്ട് 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ തന്നെ നമുക്ക് പാർപ്പിടം പണിയുന്നതിന് വേണ്ടി ലഭിക്കുകയും ചെയ്യും. കേന്ദ്ര വിഹിതമായിട്ട് 72,000 രൂപയോളമാണ് നമുക്ക് ലഭിക്കുക. സംസ്ഥാന വിഹിതമായിട്ട് അതിൻ്റെ 40% തുകയോളം വരും. അതായത് ഏകദേശം 48,000 രൂപയോളം അങ്ങനെ നമുക്ക് സംസ്ഥാന വിഹിതമായിട്ട് കൂടി ലഭിക്കുന്നുണ്ട്. കേന്ദ്ര വിഹിതം 72,000-ഉം സംസ്ഥാന വിഹിതം 48,000-ഉം ചേർത്ത് 1,20,000 രൂപയോളമാണ് നമുക്ക് ലഭിക്കുക. ബാക്കി വരുന്ന 2,80,000 രൂപ അത് ത്രിതല പഞ്ചായത്തുകൾ വഹിക്കേണ്ട തുകയാണ്. അതായത് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെ 3 തലങ്ങളിൽ കൃത്യമായിട്ട് തുക വകയിരുത്തിയാണ് 4 ലക്ഷം രൂപയോളം ബജറ്റ് എസ്റ്റിമേറ്റ് കണക്കാക്കി ഓരോ വീടിനും അനുവദിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതി പോലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഗഡുക്കളായിട്ടായിരിക്കും തുകയുടെ വിതരണം നടക്കുക. ഇനി ഇത് മാത്രമല്ല, ശൗചാലയം നിർമ്മിക്കുന്നതിന് വേണ്ടി തന്നെ 12,000 രൂപയ്ക്ക് അടുത്ത് തന്നെ ലഭിക്കുന്ന മറ്റൊരു സ്കീം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 100ഓളം വരുന്ന പ്രവൃത്തി ദിനങ്ങൾ നമ്മുടെ വീടുകളിൽ പൂർത്തീകരിക്കാം. പ്രതിദിനം 401 രൂപ വീതം ആ രീതിയിൽ കൂടി നമുക്ക് ലഭിക്കും. അങ്ങനെ ഒട്ടനവധി മേന്മകൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്ക് ലഭിക്കുന്നതുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് തന്നെ ഒരു വീടിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ലിസ്റ്റ് അംഗീകരിക്കുന്നതോടെ തന്നെ പിന്നീട് മുൻഗണനാ അടിസ്ഥാനത്തിൽ തന്നെ കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരം വീടിൻ്റെ പ്രവൃത്തികൾ നമുക്ക് ആരംഭിക്കുകയും ചെയ്യാം. ഇനി അത് മാത്രമല്ല, നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് PMAYയുടെ അർബൻ സ്കീമിലേക്ക് രജിസ്റ്റർ ചെയ്യാം. താഴ്ന്ന വരുമാനത്തിലുള്ളവർ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ, ഇടത്തരം വരുമാനക്കാർ, ഈ 3 വിഭാഗങ്ങളിലാണ് ഇതിൻ്റെ അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. PMAYയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നമുക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള ജനോപകാരപ്രദമായ പദ്ധതി അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.